കൂട്ടി ചോറിന് വന്നതാ. മീൻകറി കൂട്ടി ചോറിന് വന്നേക്കാ. മീൻകറി കൂട്ടി ചോറിനാ വന്നേക്കരുണ്ടു കൊതിയന്മാര്. കൊതിച്ചികളെ കട്ടുന്ന എടുത്തിട്ടോ ഞാൻ തരട്ടോ, റെഡി ആയിട്ട് തരട്ടോ. ചോറ് കഴിച്ചിട്ട് ഞങ്ങളെ ബാക്കി ഇവിടെ വാടി. ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ വന്നിക്കണ മീൻ മുളകിടാനാണ്. മീൻ മുളകിടണോ ഇടണ്ടേ, പൊരിച്ചണോ പൊരിച്ചണ്ടേ, ഏത് തീരുമാനിച്ചിട്ടും കാര്യമില്ല. മീനിൻ്റെ തലയും വാലുമാണ് കിട്ടിയത്. ഇല്ലത് ഇന്നലത്തെ മീനിൻ്റെ തലയും വാലൊക്കെയാണ് ഇന്നുള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ഏതെങ്കിലും പൊരിച്ചാൻ പറ്റില്ല, മീൻ മുളകിടാനേ പറ്റുള്ളൂ. അതിനാണ് നമ്മളിന്ന് വന്നിക്കണത്. കുക്കറായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം 2 തക്കാളി. തക്കാളിൻ്റെ മേലത്തെ കറുപ്പ് ഭാഗം കേട്ടോ ഒഴിവാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കണ്ടേ. ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ചേർക്കുമ്പോൾ നന്നായിട്ട് കേകിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നുണ്ടല്ലോ നമ്മൾ കണ്ടമായി വെട്ടിയിരിക്കുന്ന മീനങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഏത് മീനാണെങ്കിലും പറ്റും. മത്തി, അയില, കോര പറ്റില്ല കേട്ടോ. കോരക്ക് പെരും മുള്ളാണ്. മുള്ള് കൊല്ലി കുത്തിയിട്ട് പിന്നെ എന്നോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമുക്കറിയാലോ ഏതാണ്ട് ഏതൊക്കെ മീൻ പറ്റും എന്നുള്ളത്. അതുപോലെ ഇങ്ങോട്ട് ചെയ്തെടുക്കുക. തക്കാളിയും ചേർത്ത് ആവശ്യത്തിനുള്ള പുളിവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഒരു കുറുക്ക് രൂപത്തിലുള്ള കറിയാണ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള ഓരോ ഐറ്റമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ചാനൽ കാണുകയാണെങ്കിൽ, ചാനലല്ല വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഇനിയിപ്പോൾ എന്തിനാ അതായിട്ട് കുറക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും പറഞ്ഞു വന്നത്. പിന്നെ എന്താ നിങ്ങളെയൊക്കെ വർത്താനം സുഖമല്ലേ? മീൻ മുളകിടാൻ പുളിവെള്ളം അത്യാവശ്യമാണ്. പുളി ഇല്ലാന്നുണ്ടെങ്കിൽ മീൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലോണം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടോ എത്രങ്ങാനും വെള്ളമാണ് ഇത് കിടക്കണത്. സാരല്ല, കുറുക്ക് രൂപത്തിൽ തയ്യാറാക്കി എടുക്കാനാണ് പോണത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഉപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പ് അങ്ങോട്ട് അവസാനം ഇടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഉപ്പ് മീനിൽ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാൻ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നല്ലതാണെന്ന്. മീനിക്ക് നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടൂലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വീട്ടിൽ ഞാനും മഞ്ഞൾപ്പൊടി ഇടുന്നത്. അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി അങ്ങോട്ട് എടുത്തുകൊണ്ട് അടച്ചങ്ങോട്ട് വെക്കാം. സംസാരം ഓവറാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് ഇത് വർണ്ണിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്ങനെ തുടങ്ങണം, എങ്ങനെ നിർത്തണം. സ്വിച്ച് ഇട്ടാൽ പിന്നെ നിർത്താൻ വളരെ പ്രയാസമാണ്. എന്ത് ചെയ്യാനാണ്? വീഡിയോ വൈൻ്റെ പകോളം എൻ്റെ കളകളാന്നുള്ള സൗണ്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഒരു വീഡിയോയെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കുക്കറിൽ ഒരു വിസിലങ്ങോട്ട് വന്നാൽ ഓഫാക്കി എടുക്കുന്നതാണ് നിങ്ങളിവിടെ കണ്ടത്. എന്നിട്ട് ക്യാൻസറിന് കാരണമാകുന്ന ഈ തക്കാളിയുടെ തൊലി ഒരിക്കലും കഴിക്കരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാല്ലേ. തൊലി അങ്ങോട്ട് കീച്ചങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ കുത്തി ഉടക്കാൻ പോകരുത്. കുത്തി ഉടക്കുമ്പോൾ മീനാണെന്ന് പലവട്ടം നമ്മൾ ആലോചിച്ചിട്ട് മാത്രമേ ഉടക്കാൻ പോകാൻ പാടുള്ളൂ. ഉടക്കാൻ പാടില്ല. മീനാണ്. മീൻ ഉടഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക നിങ്ങൾക്കറിയില്ലേ? മീൻ മുള്ളു കൊല്ലി കുടുങ്ങും. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അതന്നെയാണ് സംഭവിക്കുക. നേരെ നമ്മൾ ചട്ടി എടുത്തു. ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഉലുവ. ഒന്നായിട്ട് ചൂടായിക്കോട്ടെ. ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മതി, എന്നാലേ പൊട്ടുള്ളൂ. ഉലുവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ കടുകായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കുന്നത്? കടുകും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ പെരുംജീരകം ഇപ്പം എന്തിനാണ് ഇട്ട് കൊടുക്കാതെ? പെരുംജീരകം ചേർത്ത് കൊടുക്കുക. പൊടിച്ച പെരുംജീരകമല്ല, അതുകൊണ്ടാണ് ഇവിടെ ചേർത്ത് കൊടുക്കാൻ വന്നത്. കറിവേപ്പില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റമാണ്. അതുകൊണ്ട് അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടി മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളി, വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ള ചെറുതായിട്ടൊന്ന് മിക്സാക്കി ചെറുതായിട്ട് ആ പച്ചക്കുത്ത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. എന്തൊക്കെ മസാലയാണോ നമ്മൾ മീൻ മുളകിടണക്ക് ഇടാറുള്ളത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട് ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാനാണ് വന്നത്. നല്ല അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കാനാണ് വന്നത്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് രണ്ടും കൂടി മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പം അത്ര തന്നെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത് എന്ന് എനിക്ക് പോലും അറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. വീഡിയോ ഇട്ട് ചെടപ്പയക്കണം. വീഡിയോ ഇട്ട് വട്ടയക്കണമെന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. യൂട്യൂബിൽ വീഡിയോ ഇട്ട ആളുകൾക്ക് മുഴുവനും ലാസ്റ്റ് വട്ടായിട്ടായിരിക്കും പൈസ കിട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വിരാന്ത് പിടിച്ചിട്ടുണ്ട്. വീഡിയോ ഇടണ്ടെന്ന് ഞാൻ വിചാരിക്കും, ഇന്നാലും പിന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത്. എനിക്ക് സത്യം പറയാമല്ലോ, നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയണം. യൂട്യൂബൊക്കെ വെറുത്തുക്കണ മക്കളെ, വെറുത്തുക്കണേ. എനിക്ക് ഇഷ്ടമില്ലാതെ യൂട്യൂബിൽ ഈ അടുത്തൊരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പോകില്ല.
ഞാനിപ്പോൾ ഏതെങ്കിലും മോണിറ്റേഷൻ ഓണായ സ്ഥിതിക്ക് വീഡിയോ അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ നിർത്തിപ്പോവും. തക്കാളി ഉണ്ടല്ലോ അതിന് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിക്കാൻ തട്ടി കൊടുത്തിട്ട് കുത്തി അങ്ങോട്ട് ഉടച്ചെടുക്കുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഈ പൈസ കിട്ടാതെയൊക്കെ യൂട്യൂബിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക? വളരെ പ്രയാസം തോന്നുന്നു. ഏതെങ്കിലും കണ്ട വ്ളോഗർമാർക്കൊക്കെ ഇഷ്ടം പോലെ പൈസ. നമ്മളിവിടെ എന്ത് കുത്തി മറിഞ്ഞിട്ടിട്ടും നമുക്കൊരു പൈസയും കിട്ടിയിട്ടില്ല. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ലേ നമ്മൾ ഓരോ ജോലിയും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിന് എഡിറ്റ് ചെയ്ത് അതിന് സൗണ്ട് കൊടുത്ത് വോയിസ് ഇട്ട് ഞാനിങ്ങനെ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് കൊണ്ടിരുമ്പോൾ നിങ്ങൾക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതിലുപരി എനിക്ക് കുറച്ച് പൈസയും കൂടി കിട്ടിയാൽ വലിയ ഉപകാരമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് ഒന്നിനും താല്പര്യമില്ല. വെറുത്ത് പോയിരിക്കുന്നു യൂട്യൂബിനെ കുറ്റം പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ മോണിറ്റേഷനൊക്കെ ഓഫായി പോകുമെന്ന് എനിക്കറിയില്ല. യൂട്യൂബ് കുറച്ച് പുറത്തേക്കിടുമോയെന്ന് എനിക്കറിയില്ല. ഒന്നും എനിക്കറിയില്ല. എനിക്ക് പറയാമല്ലോ, ഞാൻ പറഞ്ഞു. യൂട്യൂബ് ദയവ് ചെയ്ത് എൻ്റെ പരാതി ഒന്ന് സ്വീകരിക്കുമോ? എൻ്റെ പരാതി സ്വീകരിക്കുമോ? എത്ര ദിവസമായി ഞാൻ സൗണ്ട് വെച്ചിട്ട് എൻ്റെ തൊണ്ടയിലെ സൗണ്ട് മൊത്തം പോയിട്ടുണ്ട്. എത്രങ്ങാനും വീഡിയോ ഇട്ട് 400 ശിലാനം വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ഒരു കരകയറ്റുമില്ല. വെറുക്കുന്നു യൂട്യൂബ് വെറുക്കുന്നു എന്നാണ് എനിക്ക് അവസരത്തിൽ പറയല്ലേ. കണ്ട വ്ളോഗർമാർക്ക് മുഴുവൻ കണ്ടമാനമായി. നമ്മളെ പൂച്ച നോക്കിയാൽ അതിനാളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നല്ല മീൻ മുളകിട്ടത് എന്ന് പറഞ്ഞാൽ പൂച്ച എങ്ങനെ വട്ടത്തിൽ ഓടണമെന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകമായിട്ടുള്ള കാരണം മീൻ മുളകിട്ടാന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുള്ളത്. മീൻകറി കൂട്ടി ചോറിന് മീൻകറി കൂട്ടി ചോറിനാണ് നിൽക്കലുണ്ടോ കൊതിയന്മാർ. കൊതിച്ചികളെ കട്ട് നേരിട്ടോ, ഞാൻ തരട്ടോ, റെഡി ആയിട്ട് തരട്ടോ. ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി ചോറൊക്കെ പാടെ കൂട്ടി കഴിച്ച് തരട്ടാ കൊതിച്ചികളെ. ഇവിടെ വേറൊന്നുമില്ലേ ഇവിടെ? പോയിക്കോളി ഞാൻ കൊടുത്തതാ നേരത്തെ. ഇനിയിപ്പോൾ കൊടുക്കാനാവില്ല. മീൻ കൊടുത്തു നേരത്തെ, നന്നാക്കിയപ്പോൾ കൊടുത്തു. മീൻകറിൻ്റെ മണം വന്നിട്ടാണ് വന്നിക്കണ ഇവിടെ. ഞാൻ വരില്ല. ആ പൂച്ചകൾ കണ്ടോ? നിഷ്കളങ്കരായ പൂച്ചകളാണ് എൻ്റെ സ്ഥിരം കസ്റ്റമർ. അവർക്കറിയാം എൻ്റെ ഫുഡ് എങ്ങനെയുണ്ടെന്ന്. അവർക്ക് മീനായാൽ പോരെ, എന്താ ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കുന്ന എന്ത് ഫുഡും അവരങ്ങനെ വാരി കഴിച്ചോളും. ഞാൻ അവർക്കും കൊടുക്കാറുണ്ട്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് അവരും. നമ്മൾ പൂച്ചകളെ സ്നേഹിക്കണം മാത്രം കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് അവർക്ക് നല്ല സ്നേഹത്തോടു കൂടി കൊടുക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ പൂച്ചകൾ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വട്ടത്ത് കൂടി വരുന്നത്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ മീൻ പൊരിച്ചാൽ പോകാൻ ഇപ്പോൾ മീൻ കറിയായിട്ട് എന്തിനാക്കണത്, മീൻ പൊരിച്ചും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. മീനങ്ങോട്ട് പൊരിക്കുക. ഇന്നലെ മസാല ചേർത്ത് മീൻ ഇന്ന് പൊരിക്കാൻ കിട്ടി. അതുകൊണ്ട് പൊരിച്ചെടുക്കുകയാണ്. നല്ലൊരു കറിയും തയ്യാറായിക്കണം. നമ്മളെ മീൻ മുളകിട്ട് റെഡി ആയില്ല. പിന്നെന്താ അപ്പോൾ ഇനി നമുക്ക് ചോറങ്ങോട്ട് വിളമ്പിയിട്ടാണ് കഴിച്ചാൽ പോരെ. പിന്നെന്താ എനിക്ക് ഈ അവസരത്ത് പറയല്ലേ വെച്ചാൽ എൻ്റെ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ആക്കിയാലോ. ഞാൻ മീൻ പൊരിച്ചുമ്പോൾ ഫുൾ തീയിലിട്ടാണ് മീൻ പൊരിച്ചെടുക്കൽ. പെട്ടെന്ന് അങ്ങോട്ട് പൊരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുൾ തീയിലിട്ടൊക്കെ മീൻ പൊരിച്ചിനെ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കിയാലോ. എന്താ ഇപ്പോൾ കുറേ വീഡിയോ നീട്ടി വെച്ചിട്ട്. ഒന്നാമത് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതേ വെറുത്തിക്കണേ. പിന്നെന്താ ഞാൻ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതിന് എന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മാത്രം ഇടാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബ് വെറുത്തിക്കണം. സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിരന്തരം വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിരന്തരം വീഡിയോ ഇടണം എന്നുള്ള ഒരിതുണ്ട്. എല്ലാവരും ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഞാൻ എന്തിനാണ് ഇടാതെ നിൽക്കണേ? മോണിറ്റേഷൻ ഓൺ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തിപ്പോകുന്നത്. വെറുത്തുക്കണേ, സത്യം പറയല്ല വെറുത്തുക്കണേ. ഏതായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്താ പറയേണ്ടതെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനും കിട്ടുന്നില്ല. വീഡിയോ വൈൻഡപ്പ് ആക്കാൻ ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കുട്ടികൾ നേരത്തെ തന്നെ സ്കൂളിൽ വന്നു. നമ്മളെ വീടിൻ്റെ മുറ്റും പരിസരമാണ് ഈ കാണുന്നത്. വൈകുന്നേരമായാൽ പിന്നെ എല്ലാ കുട്ടികളും കൂടി ഇവിടെയാണ് ഒരുമിച്ച് കൂട്ടുക. പിന്നെ കളി എന്ന് പറഞ്ഞാൽ പെരുങ്കളിയാണ് ഇവിടെ നടക്കാറുള്ളത്. കുട്ടികളുടെ ഓട്ടക്കളിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ കളികളുണ്ടാവും. ഒളിച്ച് കളിയായിരിക്കും, ഓട്ടക്കളിയായിരിക്കും, അല്ലെങ്കിൽ പലതരം വെറൈറ്റി കളികളൊക്കെ ആയിരുന്നു. റോട്ടിക്ക് പോകണം നമുക്ക് പേടി. അതുകൊണ്ട് നമ്മളാണ് സീറ്റ് ഔട്ടിലാണ് നോക്കിയിട്ട് ഇരിക്കലാണ്. അജാതി ഓട്ടം ചെറിയ കുട്ടികളൊക്കെ ഓടിയ പേടിയാണ്. അത് കുറച്ച് വലിയ കുട്ടികളാണ്. റോഡാണ്. നമ്മൾ എന്നിട്ട് മുന്നിൽ കന്നാട് ഇറങ്ങുമ്പോൾ കുട്ടികൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സീറ്റ് ഔട്ടിൽ അവിടെ നോക്കി അങ്ങനെ ഇരിക്കും. ഞാൻ വൈകുന്നേരമായ കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഓല് പോകാതൊക്കെ. അപ്പോൾ വീട്ടിൽ അടങ്ങിയിരുന്ന് കണ്ട് ഓൽക്ക് ഫോൺ കിട്ടണം. എന്നാൽ പിന്നെ അതിലാറല്ലേ കളിക്കാൻ പോകുക തന്നെയാണ്. കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും കുട്ടികൾ കളിക്കണ്ടേ. കളിച്ച് വളരേണ്ട പ്രായമല്ലേന്ന് കരുതി ഞാൻ പുറത്തേക്ക് വിടണതാണ് കുറച്ച് നേരം. അങ്ങനത്തെ സമയത്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വീഴ്ചയൊക്കെ പറ്റിയിട്ട് തമ്മിൽ ഓടിയാണ്ട് തന്നെ കൂട്ടിമുട്ടിക്കാണ്ടൊക്കെ വീണുണ്ടാവും. എനിക്ക് പേടിയാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതിൻ്റെ ഓക്കെ. ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ.
ഒരുത്തനോടെ ഷർട്ടും കൂടി ഇടാൻ നേരം കിട്ടിയില്ല. അപ്പോഴേക്കും കളിൻ്റെ സോയില് എന്താ അപ്പം ഇങ്ങനെയൊക്കെ ആയാലും. നെറ്റിമേലൊരു മുറിവുണ്ട്, അതുപോലെ റോട്ടിൽ വീണാണെന്ന്. അതൊക്കെയാണ് ഇവിടെ പേടി, അല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ബൈ, സി യു, ടാറ്റാ. തൂങ്ങല്ലേ അമീ. അമീക ഇവിടെ വാടി, റോട്ടിക്ക് പോവല്ലേ.